നിങ്ങൾ ആരെങ്കിലും ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. നമ്മൾ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ പിറന്നു വീണ ഈ ആത്മീയ രാജ്യത്തിൽ നിന്നും, സാത്താൻ ഭരിക്കുന്ന ഈ ആത്മീയ രാജ്യത്തിൽ നിന്നും നമ്മൾ ഇപ്പോൾ തന്നെ രക്ഷപ്പെട്ട് യേശു ഭരിക്കുന്ന ദൈവരാജ്യത്തിൽ ഇപ്പോൾ ആയിരിക്കണം. ശരീരത്തിൽ ഞാൻ ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ ആത്മീയമായിട്ട് ഒരു ആത്മീയ ലോകം, അതിന്റെ രാജാവായ പിശാച് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, എന്നെ അടക്കി ഭരിക്കുന്നു. ഞാൻ അറിയാതെ തന്നെ അവന്റെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുന്നു. ഈ വചനത്തില് ദൈവം അരുത് അരുത് എന്ന് പറയുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മൾ ഏതു പാപത്തിനും അടിമപ്പെട്ടു പോകുന്നു. നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്കത് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ പിറന്നു വീണ ഈ ലോകരാജ്യത്തിലെ അധിപനായ സാത്താനാണ്. അവന്റെ ആജ്ഞ നമ്മൾ അറിയാതെ അനുസരിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ അറിയുന്നില്ല, നമ്മൾ സ്വതന്ത്രരല്ല. നമ്മൾ യഥാർത്ഥത്തിൽ അടിമകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയമായിട്ട് അടിമകളാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്ന് പറഞ്ഞു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തിട്ട് പറഞ്ഞു, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായ ദൈവത്തിന്റെ ജ്ഞാനം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും, നമ്മളുടെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, സാമ്പത്തികമായിട്ട് കുറവുള്ളവരാണ് ദരിദ്രർ. ആ ദാരിദ്ര്യമല്ല ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ. ദൈവത്തിന്റെ കാഴ്ചപ്പാടിലെ ദരിദ്രർ എന്ന് പറയുന്നത് ആത്മീയമായിട്ട് യേശുക്രിസ്തുവിലല്ലാത്തവരുടെ കാര്യമാണ്. യേശുക്രിസ്തുവിലല്ലാത്തവരാണ് ദരിദ്രർ. ദൈവത്തിന്റെ വചനം ലഭിക്കാത്തവരാണ് ദരിദ്രർ. ദൈവത്തിന്റെ വിജ്ഞാനം ലഭിക്കാത്തവരാണ് ദരിദ്രർ. ഈ ലോകത്തില്, ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഒരുപക്ഷെ കോടീശ്വരന്മാരായിരിക്കാം, പക്ഷെ ദൈവസന്നിധിയിൽ ദരിദ്രരായിരിക്കാം. കാരണം ദൈവത്തിന്റെ വിജ്ഞാനത്തെക്കുറിച്ചോ, ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചോ, ദൈവരാജ്യത്തെക്കുറിച്ചോ, യേശുവിനെ കുറിച്ചോ അറിയാത്തത് കൊണ്ട് അടിമത്തത്തിലാണെന്ന് അവരറിയുന്നില്ല. യേശു വീണ്ടും പറഞ്ഞു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ആരാണ് ഈ അടിച്ചമർത്തപ്പെട്ടവർ? സാത്താൻ ഭരിക്കുന്ന ഈ മനുഷ്യര് പാപത്തിന്റെ അടിമത്തത്തിൽ, അനേകം അസുഖങ്ങളുടെ അടിമത്തത്തിൽ, അനേകം പ്രശ്നങ്ങളുടെ അടിമത്തത്തിൽ, നമുക്ക് ജീവിതത്തിൽ നമുക്ക് സന്തോഷമില്ല, സമാധാനമില്ല, കുടുംബത്തില് ഒരിക്കലും സ്വസ്ഥതയില്ല. നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും, എന്ത് കൃഷി ചെയ്താലും പരാജയം വരുന്നു. ഇതൊക്കെ ദൈവരാജ്യത്തിലല്ലാത്തത് കൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരാണ്. ഇവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് യേശുവിന്റെ രാജ്യത്തിലാകുമ്പോൾ അവിടെ അടിമത്തമല്ല, അവിടെ സ്വാതന്ത്ര്യമാണ്. യേശു വന്നത് നമ്മളെ സ്വതന്ത്രരാക്കാനാണ്. അപ്പോൾ ഈ ലോകത്ത് വെച്ച് തന്നെയാണ് നമ്മൾ രക്ഷ അനുഭവിക്കേണ്ടത്. ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആത്മീയമായ ഈ പിശാചിന്റെ ഈ ലോകത്തിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മുടെ ആത്മാവിൽ നമ്മൾ ജീവൻ പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ശാരീരികമായിട്ട് ദൈവരാജ്യത്തിലായിക്കൊണ്ട് യേശുവിന്റെ പ്രതിനിധികളായതുകൊണ്ട് യേശുവിന്റെ അധികാരവും യേശുവിന്റെ ശക്തിയും പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലുള്ള കോടാനുകോടി ജനങ്ങൾ യേശുവിനെ അറിയാതെ അനേകം പാപങ്ങളുടെ അടിമത്തത്തില്, രോഗങ്ങളുടെ അടിമത്തത്തില്, സാമ്പത്തികമായ അടിമത്തത്തില്, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിക്കുന്നവരെ അവരെ സ്വതന്ത്രരാക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയുടെ പേരാണ് ക്രിസ്ത്യാനി എന്ന്. കാരണം അവൻ ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തു അവനിൽ ജീവിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ ശക്തിയും യേശുവിൻ്റെ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇവരെ മോചിപ്പിക്കാൻ സാധിക്കും. അതാണ് സഭയുടെ ദൗത്യം. അതാണ് ദൈവരാജ്യത്തിൽ ആയ വ്യക്തിയുടെ ദൗത്യം. അല്ലാതെ നമ്മൾ എന്നെങ്കിലും മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരാനാണ്. മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ ആദ്യം നമ്മൾ രക്ഷിക്കപ്പെടണം. നമുക്ക് മോചനം ലഭിക്കണം. നമുക്ക് യേശുവിൻ്റെ അധികാരം ഉണ്ടായിരിക്കണം. നമ്മൾ ആജ്ഞകൾ പറയുമ്പോൾ അത് നടന്നിരിക്കണം. യേശു പറഞ്ഞു, സത്യമായി ഞാൻ പറയുന്നു, ഈ മലയോട് ആരെങ്കിലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് കടലിൽ പോയി ചാടാൻ പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ കാര്യം, ദൈവത്തിന്റെ ഒരു മകന്, ദൈവരാജ്യത്തിലെ ഒരു പൗരൻ, അവൻ സംസാരിക്കുന്നത് നടന്നിരിക്കും. നമ്മുടെ ജീവിതത്തിൽ മലകളുണ്ട്. എന്ത് മലകളാണ്? നമ്മുടെ പ്രശ്നങ്ങളായ മലകള്, നമ്മുടെ രോഗങ്ങളായ മലകള്. ഒരു മനുഷ്യനും നമുക്ക് രക്ഷ തരാൻ സാധിക്കാത്ത വണ്ണം, ഒരു ഡോക്ടർക്കും നമുക്ക് നമ്മളെ സുഖപ്പെടുത്താൻ സാധിക്കാത്ത വണ്ണം, ഡോക്ടർമാര് പോലും ഉപേക്ഷിക്കപ്പെട്ട അസുഖങ്ങളും, ഇതെല്ലാം ഒരു ദൈവത്തിന്റെ മകന്, യേശുവിന്റെ ഒരു അനുയായിക്ക്, യേശുവിന്റെ ഒരു പ്രതിനിധിക്ക് ഈ മലയോട് സംസാരിക്കാൻ പറ്റും. നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വ്യക്തിയിൽ നിന്നും എഴുന്നേറ്റ് പോവുക. ഈ വ്യക്തിയിൽ ക്യാൻസർ ആണെങ്കിൽ
നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വ്യക്തിയിലായിരിക്കുന്ന ഈ ക്യാൻസർ ഇവനിൽ നിന്നും എഴുന്നേറ്റ് യേശുവിന്റെ പക്കലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു നുണ പറയത്തില്ല. കാരണം ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞ ഈ വർഷങ്ങൾ മുഴുവനും എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം, ഞങ്ങൾ എത്രയോ പേരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എത്രയോ ക്യാൻസർ രോഗികൾ സുഖപ്പെട്ടിട്ടുണ്ട്, എത്രയോ തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്, എത്രയോ രണ്ട് കിഡ്നിയും പോയിട്ടുള്ളവർ, ഡോക്ടർമാർ ഉപേക്ഷിച്ചിട്ടുള്ളവർ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും വിശുദ്ധിയോ ഞങ്ങളുടെ ആരുടെയും മിടുക്കോ അല്ല, ദൈവം ദാനമായിട്ട് നൽകിയത് എളിമയോടുകൂടി സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ യേശു ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. ഇത് ലോകത്ത് എമ്പാടും അനേകം കോടാനുകോടി ജനങ്ങളിലൂടെ ഇന്ന് യേശു ജീവിക്കുന്നു. യേശുവിൻ്റെ രാജ്യം ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ അറിയാതെ ഇപ്പോഴും ലോകത്തിലായിരിക്കാം. ബോധപൂർവം ഈ വചനം കേട്ട് യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ നല്ല ജീവിതം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് നമ്മൾ ചിന്തിക്കും നമുക്കൊരു കുറവുമില്ല എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. 36 വർഷം മുമ്പ് എന്നോട് ആരെങ്കിലും വചനം കേൾക്കാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കുകയില്ലായിരുന്നു. കാരണം ഞാൻ ഓർത്തു എനിക്കൊരു കുറവുമില്ല എന്ന്. ഇന്ന് എനിക്കറിയാം എന്താണ് സത്യമെന്ന്. ദൈവത്തിന്റെ കൃപയാൽ 25 കൊല്ലം മുമ്പ് യേശു ക്രിസ്തുവിനെ എൻ്റെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് ഞാൻ സ്വീകരിച്ചപ്പോൾ ഈ ലോകത്തിന്റെ രാജ്യത്തിൽ നിന്നും, ഈ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച് സ്വകരാജ്യത്തിൽ കർത്താവ് എന്നെ കൊണ്ടെത്തിച്ചു. അന്നു മുതൽ എനിക്ക് തന്ന ആഹ്വാനമാണ്, എനിക്ക് തന്ന ഏറ്റവും വലിയ ദൗത്യമാണ് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുക. ഈ സുവിശേഷ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ.